ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു കാര്യമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ലിറ്റ് ഉണ്ടല്ലോ, ചുരിദാറിൻ്റെ സ്ലിറ്റ്, അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഈസി ആയിട്ട് നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു 2 പീസ് എടുത്തിട്ടുണ്ട്. ചെറിയ 2 പീസാണ്. അപ്പോൾ അതിൽ നമ്മളിതാ ഇവിടുന്ന് ഷേപ്പ് വന്നിട്ട് 1 ഇഞ്ച് മാത്രം മതി സ്ലിറ്റിൻ്റെ അളവ്. സ്ലിറ്റ് തയ്ക്കാനുള്ള അളവ് 1 ഇഞ്ച് മാത്രം മതി. അപ്പോൾ നമ്മൾ ഷേപ്പ് ഇവിടുന്ന് നമുക്ക് തിരിച്ച് സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ ഷേപ്പ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഇനി നമുക്ക് ഇവിടുത്തെ വരെ എന്ത് ചെയ്യണം? സ്ലിറ്റ് അടിച്ചെടുക്കണം. ഇവിടെ നമ്മളിപ്പോൾ 1 ഇഞ്ചാണല്ലോ കൊടുക്കുക, അലവൻസ് എന്ന് പറയുന്നത്. ആ 1 ഇഞ്ചിൽ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മടക്കുക. ഇഞ്ചിൽ തന്നെ മടക്കിയിട്ട് ഇവിടെയും അതുപോലെ തന്നെ മടക്കാം. അപ്പുറത്തെ സൈഡും നമ്മൾ ഇങ്ങനെ അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ 1 ഇഞ്ചിൽ മടക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതാ ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. ഇനി നമുക്കിതാ ഇവിടുത്തെ വരെ, എന്നിട്ട് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ടേക്ക് വെച്ചിട്ട് താഴോട്ടേക്ക് അടിച്ചെടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ അടിച്ചെടുത്തു. ഇനി ഇവിടുന്ന് ഇവിടെ ഇങ്ങോട്ടേക്ക്, എന്നിട്ട് ഇവിടെയും കറക്റ്റാക്കി മടക്കിയിട്ട് ഒരു പിന്ന് കുത്തി വയ്ക്കാം. എന്നിട്ടിതാ ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ടേക്ക് വെച്ചിട്ടാണ് അറ്റത്ത് വരെ അടിച്ചെടുക്കാം. ഇവിടെ നിന്നിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ ചെയ്തെടുത്തു. ഇതാണ് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രോബ്ലമില്ല, നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലൂടെ ഒരു ചെറിയൊരു അറ്റത്തൂടെ വേറൊരു സ്റ്റിച്ച് ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം. വി ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കണ്ടോ? ഇവിടെ കുത്തി വയ്ക്കാം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഒന്ന് 2-3 അടി അവിടെ ചെയ്ത് കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാരണം അവിടെയൊക്കെ നമ്മൾ കുറച്ച് തടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് വലിയുമ്പോൾ തന്നെ അവിടെ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ പലരുടെയും ചുരിദാറിനും, എൻ്റെ ചുരിദാറിനും പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, പൊട്ടിപ്പോവും. അതുകൊണ്ട് 2 സ്റ്റിച്ച് അവിടെ കൊടുക്കാം. സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാണ്. ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പല മോഡലിൽ, പല ടൈപ്പിൽ നമുക്ക്, പല ട്രിക്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നോർമലി ചെയ്യുന്നതാണിത്. ഒന്ന് ശ്രദ്ധിച്ച് 2-3 പ്രാവശ്യം എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുളിവൊക്കെ വരും, തിരിഞ്ഞൊക്കെ വരും സ്റ്റിച്ച്. അതൊന്നും കുഴപ്പമില്ല, പിന്നെ അത് റെഡിയാവും. ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്ത് ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് നേരെ തിരിച്ചെടുത്തിട്ട് ഈ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് മടക്കി വയ്ക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഈ ഒരു ഭാഗം റെഡി ആക്കിയിട്ട് വേണം ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള സ്റ്റിച്ച് കൊടുക്കാൻ. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ താണു പോയി കഴിഞ്ഞാലാണ് അങ്ങനെ അടിയിലൊക്കെ ചുളിവ് വരിക. അപ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടേക്കും പോവുക.
ഇവിടെ സ്ട്രെയിറ്റ് ആക്കിയാൽ മാത്രം മതി. ഇവിടെയും ഇവിടെയും സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് 1-2 സേഫ്റ്റി പിന്നുകൊണ്ട് ഇവിടുന്ന് സെക്യൂർ ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ പെർഫെക്റ്റായിട്ട് തന്നെ, മാക്സിമം പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.